പ്രിന്റു മഹാദേവ്, 2021 ജാതി സെൻസസ് നടപ്പാക്കാൻ ഈ സർക്കാരിന് എന്തെങ്കിലും ആലോചനയുണ്ടോ എന്ന ലോക്സഭയിലെ ചോദ്യത്തിന് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ റായ് നൽകിയ മറുപടി ഞാൻ വായിക്കാം. The government of India has decided as a matter of policy not to enumerate caste-wise population other than SCs and STs in census. 2021 ലോക്സഭയിലെ ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറയുന്നു, നയപരമായി സർക്കാരിന് SC ST ഒഴികെ ബാക്കിയൊരു ജാതിയെയും എന്യൂമറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അതിനുശേഷം മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട്. അത് ഒക്ടോബർ 2023 പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇത് മഹാഗഠബന്ധൻ്റെ പ്രതിപക്ഷത്തിൻ്റെ രാജ്യത്തെ വിഭജിക്കാനുള്ള തന്ത്രമാണ്. ഇതൊരു അർബൻ നക്സൽ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. എന്താണ് ശ്രീ പ്രിന്റു മഹാദേവ്? പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബീഹാർ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്രകാരം ഒരു അർബൻ നക്സൽ ചിന്തയിൽ നിന്നുയർന്ന 2021 സർക്കാരിൻ്റെ പരിഗണനയിലില്ലാത്ത, നയപരമായ പരിഗണനയില്ലാത്ത വിഷയം പെട്ടെന്നൊരു വിഷയമായി കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഒന്ന് ആദ്യമേ പറയട്ടെ, ഇത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഏറ്റവും ധീരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. അങ്ങ് തുടക്കത്തിൽ ഉന്നയിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇവിടെ കൃത്യമായി വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അങ്ങ് സൂചിപ്പിച്ചുള്ള അർബൻ നക്സലുകളും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ജാതി സെൻസസിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ഈ ജാതികളുടെ സാമൂഹിക സമരസത ഉറപ്പുവരുത്തുന്നതിൽ എല്ലാ കാലഘട്ടത്തിലും പരാജയപ്പെട്ട മുന്നണികളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സംവിധാനത്തെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി ജാതി സെൻസസിനപ്പുറത്തേക്ക് ഈ രാജ്യത്തൊരു സാമൂഹിക സമരസതയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ പിന്നോക്ക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. കാരണം ഒരു പിന്നോക്കക്കാരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വനിതയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 77 മന്ത്രിമാരിൽ 51 പേരും OBC വിഭാഗത്തിൽപ്പെട്ടവരും 5 പേർ SC ST വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക സമരസത ഒരു ജാതീയ സെൻസസും ഇല്ലാതെ നടപ്പിലാക്കിയിട്ടുള്ള പ്രസ്ഥാനവും മിനിസ്റ്ററിയുമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. പിന്നെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് വിഭാഗീയതയുടെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ഇറങ്ങി തിരിച്ച കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സ്റ്റെൻഡിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇലക്ഷൻ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കാറ്. ഇപ്പോൾ നോക്കൂ, ഈ നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നതിനേക്കാൾ മുമ്പ് 10 വർഷം ഭരിച്ചത് മൻമോഹൻ സിംഗ് സർക്കാരാണല്ലോ. എന്തേ ജാതി സെൻസസ് ഇവിടെ നടത്തിയില്ലല്ലോ? അതിനു മുമ്പ് രാജീവ് ഗാന്ധി ഭരിച്ചിട്ടുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി ഭരിച്ചിട്ടുണ്ടല്ലോ, നെഹ്റുവിൻ്റെ തുടർച്ചയായ ഭരണം ഉണ്ടായിട്ടുണ്ടല്ലോ, കോൺഗ്രസിന്റെ കൂട്ടുകക്ഷി ഭരണം ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നൊന്നും നടത്താത്ത ജാതി സെൻസസ് ഒരു പ്രത്യക്ഷമായിട്ടൊരു രാഷ്ട്രീയ സ്റ്റെൻഡിന് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ അവസരത്തെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം ജാതി സെൻസസ് എന്ന് പറയുകയും ജാതീയപരമായ വേർതിരിവും സർവർണ മേധാവിത്വം എല്ലാ കാലഘട്ടത്തിലും കൊണ്ടു നടന്നിരുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വലിയ അടിക്കാനുള്ള ഒരു ആയുധത്തെ വളരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വളരെയധികം സമാധാനപരമായിട്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പം നോക്കൂ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ ചില സംസ്ഥാനങ്ങൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി വ്യക്തതയില്ലാത്ത ചില ജാതി സെൻസസ് നടത്തുന്നു. ജാതി സെൻസസ് നടത്തേണ്ടത് ഭരണഘടനാ പ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വളരെ ശാസ്ത്രീയവും കൃത്യവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ നിർവഹിക്കാൻ പോകുന്നത്. അത് കാരണം സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ വിഭജനത്തിന്റെ വർഗീയതയുടെ വിഷവിത്തു പാകുന്ന ആളുകളുടെ മുഖത്തേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ ഈ ജാതി സെൻസസ് കാണുന്നത്. സ്വാഭാവികമായിട്ട് 2023 2025 ഇടയിൽ എന്താണ് ഇങ്ങനൊരു തീരുമാനം മാറ്റാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. ഒന്നുകിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ന്യായമായിരുന്നുവെന്ന് നിങ്ങൾ സമ്മതിക്കണം. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളിത് തീരുമാനിച്ചു. താങ്കൾ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരുടെ OBCയുടെ കണക്ക്. ഇതേ രാഹുൽ ഗാന്ധിയല്ലേ 2023 പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, നമ്മളുടെ യൂണിയൻ ഗവൺമെൻറ്റിലെ സെക്രട്ടറിമാരിൽ 90 പേരിൽ കേവലം 3 പേർ മാത്രമാണ് OBC കാറ്റഗറിയിൽ എന്നുള്ളത്. ബാക്കിയുള്ള 90 പേരിൽ 87 പേരും ഫോർവേഡ് കാസ്റ്റിൽ നിന്നുള്ളവരാണ്. ഇവിടെ അസമത്വമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നില്ലേ രാഹുൽ ഗാന്ധി എന്ന് പ്രസംഗിച്ചത്? അത് ആ പ്രസംഗം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ?
അപ്പോൾ 2023 ഇല്ലാത്ത ഒരു നിലപാട് എങ്ങനെയാണ് 2025 വന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു പ്രിൻഡു, പക്ഷേ ആ തീരുമാനത്തിനൊരു രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്ക് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. സംശയം, നിങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ നെഞ്ചത്തുള്ള സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് സംഭവിച്ചത് പ്രിൻഡു. അതൊരു വളരെ പൊളിറ്റിക്കലായ ഒരു തീരുമാനമായിരുന്നു അത്. അല്ല ഇതിനകത്ത് പൊളിറ്റിക്കൽ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ സാർ. അങ്ങ് പറഞ്ഞതുപോലെ ഇതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് ഈ ജാതീയ സംവരണത്തെക്കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത്? അങ്ങ് ഒരു കണക്ക് പഠിക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 256ഓളം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 191 പേരും അപ്പർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതേസമയത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് 69 ചീഫ് മിനിസ്റ്റേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് 29 പേരും OBC വിഭാഗത്തിൽപ്പെട്ടവരും 6 പേർ SC/ST വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഈ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള സമരസത ഉറപ്പുവരുത്തുന്ന പ്രസ്ഥാനം ഏതാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഈ കേരളത്തിൽ തന്നെ അങ്ങ് നോക്കി, കേരളത്തിൽ അങ്ങ് ചീഫ് സെക്രട്ടറിമാരുടെയും സെക്രട്ടേറിയറ്റ് തലത്തിലെ കണക്ക് അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ആംഗിളിനകത്ത് നോക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു OBC വിഭാഗത്തിൽപ്പെട്ട MLA ഇല്ല സാർ. ഒരു റിസർവേഷൻ സീറ്റിനപ്പുറത്ത് ഒരു MLA ഇല്ല സാർ. എത്ര MP-മാരുണ്ട്? ഒരു MP മാത്രമാണ് OBC. കേരളത്തിൽ 30% OBC വിഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 MP-മാർ മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തിനകത്ത് ജാതിയെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്കിനെ സ്പ്ലിറ്റ് ആക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രത്തെ പൊളിക്കുകയാണ് വളരെ നിഷ്പ്രയാസം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജാതി സെൻസസിന്റെ ഉദ്ദേശശുദ്ധി നമുക്കറിയാം, അത് ശാസ്ത്രീയമല്ല. അതോടൊപ്പം തന്നെ അതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട്. ആ പൊളിറ്റിക്കൽ അജണ്ടയാണ് കൃത്യമായിട്ട് BJP-യും നരേന്ദ്രമോദി സർക്കാരും കൃത്യമായിട്ട് ആ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇവിടെ തകർത്തിട്ടുള്ളത്. അതിന്റെ ഗുണഭോക്താക്കളായിട്ട് ഈ രാജ്യത്തെ നാനാജാതിയിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടും. ചിന്തയിൽ നിന്ന് ഉയർന്നു വന്ന ആശയം എന്ന നിലപാടിനെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും തിരുത്തുന്നു എന്നാണ്. അങ്ങനെയല്ലല്ലോ സാർ. അർബൻ നക്സൽ ചിന്തയിലല്ലോ ഈ ഇവിടുത്തെ ജാതീയപരമായിട്ടുള്ള സാമൂഹിക സമത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുക. അങ്ങനെ അർബൻ അങ്ങനെ അർബൻ നക്സൽ ചിന്ത ഈ രാജ്യത്ത് വർഗീയതയുടെ, മതത്തിന്റെ, ജാതിയുടെ, വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ് സാർ അർബൻ നക്സൽ ചിന്ത. അതിനകത്ത് ശാസ്ത്രീയമായിട്ട് പിന്നോക്ക ജനതയുടെ സാമൂഹിക സാമ്പത്തിക നീതിയുടെ അടിത്തറ വ്യക്തമാക്കാനും ശക്തമാക്കാനും വേണ്ടിയിട്ടാണ് ഈ തീരുമാനമായിട്ട് പോയിട്ടുള്ളത്. കാരണം നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ടുള്ള സെൻസസുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന ജാതീയത കടന്നു വരുന്നു. ഞാൻ സ്ട്രൈറ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പോൾ ഈ ജാതി സെൻസസ് ഒരു അർബൻ നക്സൽ ചിന്തയല്ല? അല്ലല്ല, ഒരു വർഷം മുമ്പ് അതൊരു അർബൻ നക്സൽ ചിന്തയായിരുന്നു. അല്ല, അതെങ്ങനെയാണ് ജാതി? അങ്ങനെയല്ല. ജാതിയുടെ പേരിനകത്ത് ഈ രാജ്യത്ത് വർണ്ണ വിവേചനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വർണ്ണപരമായ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളെയാണ് സാർ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ജാതി സെൻസസിനെതിരാണോ? അല്ല. ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ ജാതി സെൻസസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ഥലത്തും ജാതി സെൻസസ് വേണ്ട അർബൻ നക്സൽ വേണ്ട എന്ന നിലപാട്. ഞാൻ പ്രധാനമന്ത്രിയുടെ ഒരു കോട്ട് വായിക്കാം. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി കടന്നാക്രമിക്കുകയായിരുന്നില്ലേ പ്രതിപക്ഷത്തെ? എന്നിട്ടെന്താണ് ആ 4 ജാതി സിദ്ധാന്തവുമായിട്ടല്ലേ രംഗത്ത് വന്നത്? ഇവിടെ 4 ജാതികളേ ഉള്ളൂ. സ്ത്രീകൾ, കൃഷിക്കാർ, ദരിദ്രർ, ഈ 4 വിഭാഗമാണ് ഞങ്ങളുടെ ജാതി. അതുകൊണ്ട് ജാതി തിരിച്ചുള്ള സെൻസസ് എന്ന് പറയുന്നത് രാജ്യത്തെ വിഭജിക്കാനുള്ള സിദ്ധാന്തമാണെന്ന് പറഞ്ഞത് ഇതേ പ്രധാനമന്ത്രിയാണ് പ്രിൻഡു. അല്ല, ജാതി സെൻസസ് എന്ന് പറഞ്ഞിട്ടില്ല സാർ. അതിനകത്ത് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കല്ലേ. ജാതിയുടെ പേരിനകത്ത് ഈ രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്ന വിഭജനത്തിന്റെ വിഷംവിത്തിനെയാണ് നരേന്ദ്രമോദി ആ പ്രസംഗത്തിനകത്ത് കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് 4 ജാതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൽ അവശത അനുഭവിക്കുന്ന, ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടുള്ള 4 വിഭാഗം, ആ വിഭാഗത്തിനകത്ത് എല്ലാവരും ഉണ്ട് സാർ. അതിനെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ജാതി സെൻസസ് വേണ്ട എന്ന് ഒരു സ്ഥലത്തും നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ജാതിയുടെ പേരിൽ, സെൻസസിന് ഈ സർക്കാർ തയ്യാറല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അല്ല, നിലവിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സർക്കാരിന്റെ ഒരു പോളിസി എന്ന രീതിയിലാണ് അദ്ദേഹം അത് നയപരമായി പറഞ്ഞത്. അങ്ങ് മനസ്സിലാക്കണം, ഒരു കാര്യം കൂടി സാർ. 2011 ഞാൻ അങ്ങനെയൊക്കെ മടങ്ങി വരാം പ്രിൻഡു. ഞാൻ
Debate with Dr. Arun Kumar.